ഹലോ. ഇന്നത്തെ തംബ്നെയിൽ കാണുമ്പോഴേ പിടികിട്ടും അല്ലേ? അതെ, അത് ശരിക്കും ഒരു ഗഹനമായ വിഷയമാണ്. എൻ്റെ മാത്രമായിരിക്കില്ല, നിങ്ങൾക്കും അതൊരു ഒരു പാഠ്യപദ്ധതിയായിട്ട് എടുത്തോളൂ കേട്ടോ. എന്താ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ആളുകൾക്ക്, അതായത് റിലേറ്റീവ്സ് തന്നെ ഇരിക്കാൻ എന്നെ അത്ര ഇഷ്ടമല്ല. എന്നോട് വലിയ എന്താ പറയുക, ഒരു മമതയില്ല. അപ്പം ഞാൻ സ്വയം അവലോകനം ചെയ്യുകയാണ്. സ്വയം അവലോകനം ചെയ്തേ പറ്റുള്ളൂ നമുക്ക്, അല്ലേ? അപ്പം നമ്മളിലുള്ള കുറവുകൾ മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു പുറകോട്ട് തിരിഞ്ഞു നോക്കി ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതായിരിക്കാം. എന്തിനാണ് മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്തത്? നമ്മൾ അവരെ ഇഷ്ടപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ടോ? എല്ലാവർക്കും ഒരു 10 പേരെ നമ്മളിങ്ങനെ എണ്ണി നോക്കുമ്പോഴും ഓരോരോ കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കേടുണ്ട്. നിങ്ങൾക്ക് തന്നെ തോന്നും. അതല്ല, ഈ 10 പേരെ നിങ്ങൾ എടുക്കുമ്പോൾ ആ 10 പേർക്കും നിങ്ങളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, മൈ ഗോഡ്, ദർ വിൽ ബി സംതിങ് റോങ് വിത്ത് യു. അതായത് ഈ 10 പേരിൽ 10 പേർക്കും നിങ്ങളെ ഇഷ്ടമാണ് എന്ന് വിചാരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ അവർക്കെന്നെ ഇഷ്ടമാണല്ലോ, അവർക്കെന്നെ ഇഷ്ടമാണ്. അതെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുന്നില്ല അവരുടെ മുമ്പിൽ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ പറയാം, അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അസൂയ, കുശുമ്പ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അവരുടേതായ കുഴപ്പങ്ങളാണ്. അവരുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്തത്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടേതായ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെപ്പോലെ ആകണം എന്ന് ആഗ്രഹിച്ചിട്ട് ആകാൻ പറ്റാതിരുന്നത് കൊണ്ടുള്ള അസൂയ, കുശുമ്പ് മുതലായ വികാരങ്ങളൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുന്നതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം ജീവിച്ചു പോകുന്ന ആളുകൾക്കും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളോടൊരു മമതക്കുറവ് എന്തുകൊണ്ടായിരിക്കാം അതെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ നോക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം പറയണേ. നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ പറയണം. ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഐ സ്റ്റാർട്ടഡ് ഓഫ് ഇൻ എ വില്ലേജ് ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? അപ്പം എൻ്റെ അച്ഛമ്മ, എൻ്റെ അപ്പച്ചിമാർ, എൻ്റെ അച്ഛൻ, അമ്മ, ഇങ്ങനെയാണല്ലോ. അപ്പം എൻ്റെ അച്ഛനും അമ്മയും ദേ ആർ എഡ്യൂക്കേറ്റഡ്. അവർക്ക് അന്നത്തെ കാലത്തെ ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പോൾ അവർക്ക് അവരുടെ മകളെ അല്ലെങ്കിൽ അവരുടെ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളൊരു നല്ല ധാരണ ഇവിടെ ഉണ്ടാവും, അല്ലേ? ആ ധാരണ അനുസരിച്ചായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ആ പ്രിവിലേജ് കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നമുക്ക് നല്ല പ്രിവിലേജ് കിട്ടി വന്നിരിക്കുന്ന ആൾക്കാർ എന്താ ചിന്തിക്കുക? നമ്മളെപ്പോലുള്ളവർ എന്താണ് ചിന്തിക്കുക? എനിക്കിനി അടുത്ത പടിയായിട്ട് അടുത്തത് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇത്ര അച്ഛനും അമ്മയും ചെയ്തു തന്നെങ്കിൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോവുകയും ചെയ്യും. ചിലർക്ക് എപ്പോഴും ആ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ആ ഒരു എലിവേഷൻ പെട്ടെന്ന് സാധ്യമായെന്ന് വരില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ധൈര്യക്കുറവ്. എന്നേക്കാളും എന്താ പറയുക, ഒരുപക്ഷെ അക്കാഡമിക്സിൽ 100 ഔട്ട് ഓഫ് 100 വാങ്ങിച്ച ആൾക്കാരുണ്ടാകാം, ഈവൻ വക്കീലന്മാരുണ്ടാകാം, ഈവൻ അതുപോലെ നല്ല മിടുക്കരായിട്ടുള്ളവരുണ്ടാവും. പക്ഷേ ഞാൻ ചെന്നെത്തിയ ആ ഒരു സ്ഥലത്ത് അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആയിരിക്കാം അവർക്ക് എന്നോടുള്ള ഇഷ്ടക്കുറവ് വരുന്നത്. മനസ്സിലായില്ലേ? എന്നെയല്ല ഇഷ്ടപ്പെടാത്തത് അവർ, എൻ്റെ ആ ഉയർച്ചയെ ഇഷ്ടപ്പെടാതിരിക്കുന്നു. അതിന് അസൂയ എന്നുള്ള രീതിയിലേക്ക് പോകുന്നവരുണ്ടാകും കേട്ടോ. ചിലപ്പോൾ അവർക്ക് അസൂയയും ആയിരിക്കില്ല, അവർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൊണ്ട് നമ്മളെ കാണാതിരിക്കുക. അയ്യോ, ആ വഴിക്ക് പോകണ്ട, ആ വഴിക്ക് പോയാൽ ആകെ കാണേണ്ടി വരും, പിന്നെ സംസാരിക്കേണ്ടി വരും. അപ്പോൾ അവളുടെ ആ ഒരു പൊങ്ങച്ചവും അവളുടെ വർത്താനമൊന്നും എനിക്ക് തീരെ പറ്റില്ല. ശരിയല്ലേ? അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാകാം. പിന്നെ ചിലപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ഐ എം ബ്രൂട്ടലി ഓണസ്റ്റ്. ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയാം. അത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നാണ്. അച്ഛൻ ഒരു മെയിലായതുകൊണ്ട് അച്ഛന് ആൽഫ മെയിലാകാം, മനസ്സിലായോ? ഞാൻ ആൽഫ ഫീമെയിൽ ട്രേറ്റ്സ് ആണ് കാണിക്കുന്നത്. അതായത് എനിക്ക് മിക്കവാറും തന്നെ ഒരു സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, സോഷ്യൽ IQ എടുത്തു കഴിഞ്ഞാൽ 100 ഔട്ട് ഓഫ് 100 കിട്ടും. എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കാര്യങ്ങളെല്ലാം. വളഞ്ഞു തിരിച്ച് ഒടിച്ച് പിടിച്ച് കൊണ്ടുപോകുന്ന എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാലും ഞാൻ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കും. മനസ്സിലായോ? നിങ്ങൾ ഇതല്ലേ ഉദ്ദേശിച്ചത് എന്ന് ഞാൻ ചോദിച്ചു കളയും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് ഇൻസൾട്ടഡ് ആയിട്ട് തോന്നും. അവർ ചിലപ്പോൾ ഒരു പക്ഷേ അത് മുഖത്തേക്ക് പറയാൻ വയ്യാത്തതുകൊണ്ട് അവരിങ്ങനെ
എന്താ പറയുക, വളഞ്ഞു തിരിഞ്ഞ് സംസാരിക്കുന്ന ചിലരെ കണ്ടിട്ടില്ലേ, അങ്ങനെ ഉള്ളവരെ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാവേ, ഒരു ആളുടെ ഹൗസ് വാമിങ്ങിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും ചെല്ലരുത് എന്ന് ഒരു ഒരു സംസാരം. ആ വീട്ടിലെ ആ ഹൗസ് വാമിങ് നടത്തുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവരെയൊക്കെ ക്ഷണിക്കും കേട്ടോ, പക്ഷെ നിങ്ങൾ വേണം അവർ വരാതിരിക്കാൻ നോക്കേണ്ടതെന്ന്. അതെന്താ എന്ന് ചോദിച്ചു ഞാൻ. അല്ല, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ 2-3 പേർക്ക് നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെ ഇഷ്ടമല്ല, അപ്പോൾ അവരൊക്കെ ഈ ഫംഗ്ഷൻ ബോയ്ക്കോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഞാനിതെങ്ങനെ തടയും? എൻ്റെ വീട്ടിൽ നിന്ന് ആരും, എൻ്റെ ബ്രദറോ ബ്രദറിൻ്റെ വൈഫോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ ആരും ആ പറഞ്ഞ വ്യക്തിയുടെ ഹൗസ് വാമിങ്ങിന് ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ആവശ്യം. അപ്പം ഞാനും ചോദിക്കണേ, നിങ്ങൾ വിളിക്കാതിരുന്നാൽ പോരെ? നിങ്ങൾ എന്തിനാ വിളിച്ചിട്ട് അവർ വരരുത് എന്ന് പറയുന്നത്? അതാണോ അതിൻ്റെ ശരി? അല്ല, എന്നെ ഒന്ന് സഹായിക്കണം, മനസ്സിലായോ? ഞാൻ പറഞ്ഞു, അത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പറഞ്ഞു വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും എന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അവർ വരാതിരുന്നാൽ മതിയെന്ന് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ നേരിട്ട് പോയി പറഞ്ഞു, നിങ്ങൾ അവിടെ പോകരുത്, അവർക്ക് നിങ്ങളോട് എന്തോ പ്രശ്നമുണ്ട്. അയ്യോ, അവർ വിളിച്ചിട്ട് പോയതാണല്ലോ എന്ന് അച്ഛൻ പറയണം എൻ്റെ അടുത്തിട്ടോ. അങ്ങനെ പോകരുതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നിടത്ത് എന്തിനാ പോകുന്നത്? വിളിച്ചതല്ലേ, നമ്മൾ പോകണം. അവസാനം ഞാനും അച്ഛനും തമ്മിൽ അടിയായി, പോകരുതെന്ന് പറയാനായിട്ട്. എന്തിനാ നമ്മൾ ഈ വിളിക്കാത്ത സ്ഥലത്ത് ഉണ്ണാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ പറയണത് വിളിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. ഇവരെന്നെ വിളിച്ച് ഇങ്ങനെയും പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്തായി? അവർക്ക് എൻ്റെ അച്ഛന് എൻ്റെ അടുത്ത് ദേഷ്യം വരണം, നീ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെട്ടിട്ടല്ലേ എന്ന്. ആ പറഞ്ഞ ആൾ എൻ്റെ അടുത്ത് ചോദിക്കണം, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നെന്തിനാ പറയാൻ പോയത്? എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒഴിവാക്കണ്ടായിരുന്നു എന്ന്. എന്താ കഥ. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പറയണേ, ഇനി ഞാനെല്ലാം നേരെ പറയണതിൻ്റെ പ്രശ്നമാണിത്. ഞാൻ അപ്പോഴും ഞാൻ ആ കുട്ടിയുടെ പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങൾ നേരിട്ടായി എന്തായി എന്നുള്ളത്. പക്ഷെ ഞാനും ആ കുട്ടിയും ഭയങ്കര ക്ലോസ് ആയിരുന്നു ആ സമയത്തെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അവിടെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആവും എന്നാണെങ്കിൽ നമ്മൾക്ക് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ അപ്പോഴും ആലോചിച്ചത്, എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാമല്ലോ കാര്യങ്ങൾ, ഇവർക്ക് എന്തെങ്കിലും അവരുടെ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ആവരുതല്ലോ എന്ന് ഓർത്ത് തടയാന്ന് ഓർത്ത് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാര്യത്തിൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ വഴക്കാവുകയും ചെയ്തു. ഞാനായി ഭയങ്കര കൾപ്രിറ്റ്. എന്താണ് ആ കുട്ടി പറഞ്ഞതെന്നറിയോ എന്നെ പറ്റിയിട്ട്? ഡ്രാമ ആർട്ടിസ്റ്റാണെന്ന്. ഞാൻ ഡ്രാമ ആർട്ടിസ്റ്റാണ്, ഞാൻ പോയി അത് എൻ്റെ അച്ഛനോട് പച്ചയ്ക്ക് പറഞ്ഞു കൊടുത്ത് അവളെ ഞാൻ വെറുപ്പിച്ചു എന്ന്. അങ്ങനെയായി കഥ. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ അത് ഈ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഞാൻ ആരെ പറ്റിയാണ് പറയുന്നതെന്നുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആരും തമ്മിൽ സംസാരവും ഇല്ല, ഒന്നുമില്ല. അവിടുത്തെ കൾപ്രിറ്റ് ഞാനായിരുന്നു കേട്ടോ. ഇത് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് എന്തിനാന്ന് പറയട്ടെ, ഇറ്റ്സ് മൈ ലൈഫ്, ഐ ആം ജസ്റ്റ് ഓപ്പണിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു അല്ലേ. അപ്പോൾ എനിക്ക് പറയാം, ഡോണ്ട് ബി ലൈക്ക് മീ ഇൻ ദിസ്. ഇത് അപ്പം തന്നെ ആ മുഖം അടച്ച പോലെ പറഞ്ഞേക്കണം. അപ്പോൾ എനിക്ക് എന്തായെന്ന് അറിയോ, അയ്യോ ഈ കുട്ടിക്ക് എന്നോട് ദേഷ്യമാവില്ലേ, അവർ എന്തൊരു നല്ല സ്നേഹം, എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്തല്ലേ, എന്നോടുള്ള ആ ഒരു ആത്മാർത്ഥതയുടെ പുറത്തല്ലേ എന്നോട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചോദിക്കുന്നതെന്ന്. എല്ലാ ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കും. ഇന്ന് വരെ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ നേരെയായിട്ടില്ല. ഇറ്റ്സ് ഗോൺ. അപ്പോൾ അവർക്ക് ഞാനൊരു വെനമസ് ക്യാരക്ടറായി മാറി അല്ലേ. എന്നെയാണ് അവർ അകറ്റി നിർത്തേണ്ട ആൾ എന്ന് കരുതി അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പം എനിക്കാണെങ്കിൽ അവരെ ഏഴേലത്ത് അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് ഞാനും. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളവിടെ എഴുതും. ഇതൊന്നും ഈ മീഡിയേഷനും കാര്യങ്ങൾക്കൊന്നും വലിയ ഇതിലായിട്ട് പോവാതിരിക്കുകയാണ് നല്ലത് എന്ന് എല്ലാവരും പറയും. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഒരു അനീതി കാണുന്നിടത്ത് മിണ്ടാതെ നിൽക്കുന്നവനാണ് ഏറ്റവും വലിയ പാപം ചെയ്യുന്നതെന്ന്. അതിന് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് യുധിഷ്ഠിരനൊക്കെ ഇല്ലേ, അവിടെ ഇങ്ങനെ തലതാഴ്ത്തി നിന്നു എന്നാണ് പറയണത്. ഈ നമ്മുടെ പാഞ്ചാലി കടന്ന് വസ്ത്രാക്ഷേപം തടയാൻ വേണ്ടിയിട്ട് കരയുമ്പോൾ അവരിങ്ങനെ തലതാഴ്ത്തി നിന്നു. അനീതിക്ക് വേണ്ടിയിട്ട് അവർ സംസാരിച്ചില്ല. അവരുടെ വാക്ക് അടിമയാക്കിയല്ലോ. അപ്പോൾ അടിമകൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ വാക്ക് ആണ് അവരുടെ ഈഗോ അവരെ ഭരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഈഗോ കുറച്ച് താഴ്ത്തി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോയതിൻ്റെ അനന്തരഫലമാണ് ഞാനൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, കൂടുതൽ ആളുകളുടെ കാര്യത്തിലേക്ക് ഇടപെടുകയും ഞാനെന്തോ ഒരു മഹാസംഭവമാണ്, അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ച് ചെയ്യാൻ പോവുകയും ഓവർ ഡൂയിങ് തിങ്സ്. ഇതാണ് അതിൻ്റെ ഒരൊറ്റ വേർഡ്.
ഡോണ്ട് ഓവർ ഡു തിങ്സ്. ആരുടെ കാര്യത്തിലാണെങ്കിലും. അന്ന് നമ്മൾ സ്നേഹിതരായിരുന്നു, ഇന്ന് നമ്മൾ സ്നേഹിതരല്ല ഉണ്ടായി. ആ പെൺകുട്ടിയും ഞാനും സ്നേഹിതരേ അല്ല, നമ്മുടെ റിലേറ്റീവ്സാണ് കേട്ടോ, അച്ഛൻ്റെ സൈഡിലുള്ള റിലേറ്റീവ്സാണ്. അപ്പോൾ അതങ്ങനെയായില്ലേ. പിന്നെ സെക്കൻഡ് തിങ്, ഞാനിങ്ങനെ എല്ലാവരുടെയും നടുക്ക് പോയിരുന്ന് സംസാരിക്കുമായിരുന്നു. നടുക്ക് പോയി സംസാരിച്ചില്ലെങ്കിലും കേൾക്കുകയും ചെയ്യും. ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം കേൾക്കും. ചെറിയ കുട്ടി എന്നുള്ള പ്രായത്തിൽ അത് അമ്മമാർ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവും. അവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ ഞാൻ ആവശ്യമുള്ളതും ഇല്ലാത്തതെല്ലാം ഗ്രാബ് ചെയ്ത് വെച്ചു. അപ്പോൾ അന്ന് എനിക്ക് അമ്മ കുടവൻ്റെ ഇലയൊക്കെ അരച്ച് തന്നിട്ടുണ്ടെന്ന് പറയും. ഭയങ്കര ഓർമ്മശക്തിയാണ്. ഈവൻ ചെറിയ പ്രായത്തിൽ എന്ത് നടന്നുവോ അത് ഹേർട്ട്ഫുൾ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓർമ്മയുണ്ട്. എനിക്കൊരു സ്ക്രീനിൽ ഒരു മൂവി കാണുന്നത് പോലെ എനിക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഗ്രാബ് ചെയ്ത് വെച്ചിട്ട്, അതായത് എൻ്റെ തലച്ചോറിലേക്ക് കയറ്റി വെച്ചിട്ട് വെറുതെ എൻ്റെ അച്ഛനും ഞാനും ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ രഹസ്യങ്ങളൊക്കെ സ്പിൽ ഔട്ട് ചെയ്യും. വെരി ബാഡ് അല്ലേ? അത് സ്പിൽ ഔട്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് അറിയാനും പാടില്ല. അങ്ങനെ ഞാനത് സ്പിൽ ഔട്ട് ചെയ്യുമ്പോൾ അത് ചില റിലേഷൻഷിപ്പിലൊക്കെ അത് വിള്ളലുണ്ടാക്കും. മനസ്സിലായോ? ഇവളോടിത് ഞങ്ങൾ എപ്പോൾ പറഞ്ഞത്? അയ്യോ എന്തോ പണ്ടത്തെ കാര്യമാണ്, എൻ്റെ ഈശ്വര, അങ്ങനെ പറയും. അത് പണ്ടത്തെ കാര്യമാണ്, ഇറേസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു പെൺകുട്ടി. അപ്പോൾ എന്തായി? ഐ ഗോട്ട് അനദർ ഹേറ്റ്രെഡിനുള്ള അനദർ റീസണായി. അപ്പോൾ ഈ കേൾക്കുന്നവർ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ചേച്ചിക്ക് ഇതെല്ലാം ഒത്തിരി ഹേറ്റേഴ്സാണോ? അതെനിക്കൊരു പ്രശ്നമല്ല കേട്ടോ. പക്ഷേ ഹേറ്റേഴ്സൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു പരവതാനിയിൽ ഇങ്ങനെ ഹേറ്റേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടി നടന്നു പോകുന്ന പാർട്ടിയാണേ. അത് വേറെ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. ഹേറ്റേഴ്സിനെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ പൊളിറ്റിക്സിലൊന്നും പോകുന്നില്ലല്ലോ. എനിക്കിപ്പോൾ അതിൽ വോട്ട് കിട്ടിയിട്ടൊന്നും ഒരാവശ്യമില്ല. ആ ഹേറ്റേഴ്സ് ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു 50 പേരുണ്ട്, 50 പേരും എന്നെ ഹേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവരെൻ്റെ യൂട്യൂബ് ചാനൽ കാണൂലായിരിക്കും. അത്രയല്ലേ ഉള്ളൂ കാര്യം. ദാറ്റ്സ് ഓക്കെ. അതെനിക്ക് പ്രശ്നമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ ഹേറ്റിംഗ് എന്ന് പറയുന്നത് അത് ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എൻ ഇഷ്യൂ. പക്ഷേ നമ്മൾ അങ്ങനെയുള്ളൊരു അവസ്ഥകളിൽ ഇനി പെടാൻ പാടില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചില സമയത്ത് പെട്ടുപോവേ, പെടയ്ക്കുക ആ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പെടച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, ഇങ്ങനെയൊക്കെയാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ഹേറ്റേഴ്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഹേറ്റേഴ്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. എൻ്റെ ജീവിതത്തിനെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഹേറ്റേഴ്സ് ഒരു വശത്തോടെ പോകും, നമ്മുടെ ജീവിതം വേറെ വശത്തോടെ മോൾഡ് ചെയ്ത് പോകണം. കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, എന്നെ കേൾക്കുന്നവർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അവലോകനം ചെയ്യും, ചേടാ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മളോടൊരു സുഖമില്ലാത്ത പെരുമാറ്റം. ഞാനൊരു ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വെൽക്കമിങ് ആയിട്ട് നമുക്ക് തോന്നൂല. എന്താണ് ഇവരെ നമ്മളെ വെൽക്കം ചെയ്യാത്തത്, നമുക്ക് നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ. പക്ഷേ എവിടെയോ ഒരു കൊളുത്ത് കിടക്കുന്നുണ്ടായിരിക്കാം. ആ കൊളുത്ത് ആരെങ്കിലും പറഞ്ഞതോ, ഈ കുട്ടി ഇങ്ങനെയാണെന്നോ അങ്ങനെയാണെന്നോ ഒക്കെ പറയുന്നില്ലേ, പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വലുതാക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകാം അല്ലേ? അങ്ങനെയുമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡോണ്ട് ടേക്ക് എവറിത്തിങ് ഇൻ ടു യുവർ ഹാർട്ട് എന്നാണ് ഞാനും വിചാരിച്ചു വച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഡോണ്ട് ടേക്ക് എവറിത്തിങ് പേഴ്സണലി. ആ ആളുകൾ പേഴ്സണലായിട്ട് എടുത്തു കാണും. ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും പേഴ്സണലായിട്ട് എടുത്തു കാണും. അങ്ങനെയാകും അവർക്ക് തോന്നാം. പക്ഷെ ഞാൻ അവരെ എല്ലാം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ മേ ബി അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഈ യൂട്യൂബ് ചാനൽ തന്നെ അതിനുദാഹരണമാണ്. എന്ന് കരുതി എനിക്ക് യൂട്യൂബ് ചാനൽ നടത്താതിരിക്കാൻ പറ്റില്ല. ദിസ് ഇസ് മൈ വേ ഓഫ് ലിവിങ് അല്ലേ? എൻ്റെ രീതിയാണ് ജീവിക്കുന്നത്. ഞാനിങ്ങനെ ജീവിക്കണം, അത് കയറി ബാധിക്കും. പിന്നെ അടുത്ത ജീവിതത്തിലേക്ക് ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ വി ഷുഡ് കറക്റ്റ് അവർ സെൽസ്. എന്നെ ഞാൻ തന്നെ കറക്റ്റ് ചെയ്തു, എന്നെ ഞാൻ തന്നെ എന്താ പറയുക, ഡിസിപ്ലിൻഡ് ആക്കി. എന്നെ ഞാൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കേൾക്കില്ല. എൻ്റെ നിങ്ങളോടുള്ള ടേക്ക് അവേ എന്താണെന്നറിയാമോ? ഇഫ് യു ആർ leading a very pious life എങ്കിൽ what you have to do is ഇത് ഉണ്ടല്ലോ അല്ലേ? അറിയാലോ, ആ 3 monkeys ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടില്ല, കേട്ടില്ല, പറയില്ല. അത് 3 നമ്മൾ ചെയ്യാതിരുന്നാലുണ്ടല്ലോ, വി വിൽ ബി what you say excelling in our life. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ കണ്ടില്ല, കേട്ടില്ല, പറയില്ല എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റിയിട്ടായിരിക്കണം.
അല്ലാതെ നമ്മളുടെ ലൈഫിൽ നമ്മളോട് എഗൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടാൻ വരുന്ന ആൾക്കാരെ കണ്ടില്ല കേട്ടില്ല പറയില്ല എന്ന് പറഞ്ഞ് പോയാൽ അവർ നമ്മുടെ തലയിൽ കയറിയിരിക്കും, നമ്മളുടെ മുന്നോട്ടുള്ള പാതയിൽ തടസ്സമായിട്ട് വരും. ഒരാൾ തലയിലിരിക്കുന്നു, ഒരാൾ വായ പൊത്തിപ്പിടിച്ചേക്കുന്നു, ഒരാൾ കാത് പൊത്തിപ്പിടിച്ചേക്കുന്നു. അപ്പം നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ? പറ്റൂല. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി ദ way which you should take this particular monkeys story. ഓക്കെ, ഈ monkeys denote ചെയ്യുന്ന കാര്യം ഇങ്ങനെയായിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ആയിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത്. അതിനാണ് ആവശ്യമില്ലാത്തത് പറയില്ല, ആവശ്യമില്ലാത്തത് കേൾക്കില്ല, ആവശ്യമില്ലാത്തത് അങ്ങനെ പറയില്ലേ. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് കേൾക്കുകയും പറയുകയും ചെയ്താൽ മാത്രമാണ് നമ്മൾ മുന്നേറുള്ളൂ അല്ലേ. സോ ദ ടേക്ക് അവേ ഈസ് ഹേറ്റ്രഡ് എന്ന് പറയുന്നത് നിങ്ങളെ തളർത്തരുത് ഒരിക്കലും. ഒരുപാട് ഹേറ്റ്രഡ്സ് ഉണ്ടായിക്കോട്ടെ. മാമ്പഴമുള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുക. അല്ലെങ്കിൽ ഇനിയുണ്ട് ഒരു സേയിങ്, ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ഹെവൻ വിൽ നോട്ട് കം ഡൗൺ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ. പട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കും, സ്വർഗം താഴോട്ട് ഇറങ്ങി വരില്ല എന്നാണ് മലയാളത്തിലേക്ക് അങ്ങോട്ടാക്കുകയാണെങ്കിൽ പറയേണ്ടത്. ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ചോളൂ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാകണമെന്നില്ല, എല്ലാവരുടെയും സമയം ഒരേപോലെ നന്നായി വരണം എന്നില്ല. എല്ലാവർക്കും പക്ഷേ ഒരു സമയം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾ എന്ത് അവസ്ഥയിലിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കും ഒരു നല്ല സമയം ഉണ്ടാവും. അതുകൊണ്ട് എത്ര പേര് നിങ്ങളെ ഹേറ്റ്, അവർക്ക് എന്നെ ഇഷ്ടമല്ല ചേച്ചി, ഞാൻ അങ്ങോട്ട് പോകുന്നതും പിടിക്കുന്നതും എന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയേ വേണ്ട കേട്ടോ. അതൊന്നും അവരാണ് നിങ്ങളെ വളർത്താനും തളർത്താനും പോകുന്നതെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണം. ഒരിക്കലും അല്ല, അവരല്ല നിങ്ങളെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ തന്നെയാണ് അല്ലേ. നിങ്ങളുടെ ആ സോളില്ലേ അതായിരിക്കണം, അതിങ്ങനെ ആയിരിക്കണം. ദർ ഇസ് നത്തിങ് കോൾഡ് ഗുഡ് ഓർ ബാഡ് ഓർ എന്താ പറയുക, അങ്ങനെ ഒരു എനർജി അല്ല നമ്മൾ പറയേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള എനർജിക്ക് എന്താ പറയണേന്ന് അറിയാമോ അവർ? നമ്മളുടെ ഉള്ളിൽ നമ്മൾ വളരെ വൈബ്രേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് എനർജി അധികമായിട്ട് നിൽക്കുമ്പോൾ ഈ നെഗറ്റീവ് കൂടുതൽ ഇങ്ങനെ ഇമ്പാക്റ്റ് ആവില്ല കേട്ടോ. അങ്ങനെ ചെയ്യുക. എന്ത് തന്നെ വന്നാലും ഞാൻ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം ഈ ഹേറ്റ്രഡ്സ് എത്ര വേണമെങ്കിലും വളർന്നു വന്നോട്ടെ. എസ്പെഷ്യലി ആണുങ്ങൾക്കാണ് കേട്ടോ. സ്ത്രീകൾക്ക് എന്നോട് അത്ര ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. അത് നേരത്തെ ഞാൻ പറഞ്ഞ ചെറിയ അസൂയഭാവമുള്ള സ്ത്രീകൾക്ക് മാത്രമേ എന്നോട് ദേഷ്യം തോന്നാറുള്ളൂ. അല്ലെങ്കിൽ അധികവും ആണുങ്ങൾക്കാണ്. കാരണം ഞാൻ നേരെ നിന്ന് സംസാരിക്കും, കണ്ണിൽ നോക്കി സംസാരിക്കും. ഇഫ് ദേ ആർ, അവരുടെ കണ്ണ് ഇവിടെയല്ല ഇങ്ങോട്ടാണ് വരണമെങ്കിൽ നിങ്ങൾ എവിടെയാണ് നോക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് ചോദിക്കും. അത് ആൾക്കാർക്ക് ഇഷ്ടാവില്ല. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടാവുന്നില്ല എന്നാണെങ്കിൽ ഇഷ്ടമാവണ്ട എന്ന് തന്നെയായിരിക്കണം. സോ ഈ ടേക്ക് അവേ നിങ്ങൾ എപ്പോഴും വെച്ചോളൂ. നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഇഷ്ടപ്പെടണ്ട. നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കരുത് ഒരിക്കലും. അയ്യോ അവരിഷ്ടപ്പെടുന്നില്ല എന്നെ, ഒരിക്കലും അതിലായിരിക്കരുത്. നിങ്ങളുടെ ക്രൈറ്റീരിയ അതേ അല്ല. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് അതല്ല. യുവർ ലൈഫ് ഇസ് യുവർ ഗോൾ. ആ ലൈഫിലേക്ക് ആവശ്യമില്ലാത്ത കട്ടകൾ കൊണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ വെയ് ചെയ്ത് നിങ്ങളുടെ കൈയാണ് കഴിക്കുകയുള്ളൂ. ഓക്കെ, സോ കീപ് ഓൾ ദീസ് തിങ്സ് ഡൗൺ. ഓൾ ദ ഗാർബേജസ് താഴെ ഇടുക. അല്ലെങ്കിൽ നമ്മൾ ആ ഗാർബേജ് കൊണ്ട് നടന്നാൽ നമ്മളെയാണ് നാറുക. സോ കീപ് ഓൾ ദീസ് ഗാർബേജസ് എവേ, ദൂരത്തിടുക. ഓക്കെ, സോ ടേക്ക് അവേ കിട്ടിയല്ലോ. ഇത് തന്നെ നോക്കിയത്. ബൈ.